നമസ്കാരം. കുറച്ച് നാളത്തെ താരിഫ് യുദ്ധത്തിന് ശേഷം ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡീൽ സൈൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് കോലാഹലങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ ഇന്ത്യക്ക് കിട്ടുന്ന ലാഭങ്ങൾ മെയിൻലി IT സെക്ടറിലാണ്. IT ഇൻഫ്രാസ്ട്രക്ചറിൽ ഇന്ത്യ വേൾഡ്സ് നമ്പർ 1 സർവീസസ് ഹബ്ബാണ്. അപ്പോൾ അത് US മാർക്കറ്റ് ഇന്ത്യക്ക് വേണ്ടി തുറന്നു കിട്ടുമ്പോൾ അത് IT ജോബ് സെക്യൂരിറ്റിയും കാര്യങ്ങളും എല്ലാം കൂട്ടും, ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടും. അതൊരു പോയിന്റ്. അതിനെ തന്നെ എതിരായിട്ട് നിൽക്കുന്ന മറ്റൊരു പോയിൻ്റാണ് IT H1B1 വിസ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത്. 85,000 റെസ്ട്രിക്റ്റ് ചെയ്തു. അപ്പോൾ ഈ IT വികസിക്കുമ്പോൾ അതിനനുസരിച്ച് ഇവിടെ നിന്നുള്ള ആൾക്കാർ അങ്ങോട്ടും പോവേണ്ടി വരും. ആ ഒരു റെസ്ട്രിക്ഷൻ വരുമ്പോൾ അത് ബാഡ്ലിയും IT സെക്ടറിനെ ബാധിക്കും. രണ്ട് ഫാർമ ഇൻഡസ്ട്രീസിൽ ജനറിക് മെഡിസിൻസിൻ്റെ കേസിൽ ഇന്ത്യയാണ് വേൾഡ്സ് നമ്പർ 1 പ്രൊഡ്യൂസർ. അപ്പോൾ ജനറിക് മെഡിസിൻസിൻ്റെ മാർക്കറ്റ് US തുറന്നു കിട്ടുമ്പോൾ അതൊരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പക്ഷേ അതിനകത്തുള്ളൊരു പ്രശ്നം, ഇന്ത്യയുടെ ജനറിക് മെഡിസിൻസ് ഭയങ്കര ചീപ്പായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് US പേറ്റന്റ് റൂൾസ് കൂടെ വരുമ്പോൾ പ്രൈസ് ഹൈ ആവും. അതേ പ്രൈസ് ഇന്ത്യക്കും ആപ്ലിക്കബിൾ ആവും. അതൊരു റിസ്ക് ആണ്. മൂന്നാമത്തത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ആക്ച്വലി അതൊരു വിന്നിങ് സിറ്റുവേഷൻ തന്നെയാണ്. നോർമൽ ക്ലോത്തിങ്സ് US കോൺസെൻട്രേറ്റ് ചെയ്യാത്തൊരു ഇൻഡസ്ട്രിയാണ്. പിന്നെ മെയിൻലി റിസ്ക് പറയുകയാണെങ്കിൽ മേജർ റിസ്ക് വരുന്നത് റീറ്റെയിൽ ഇൻഡസ്ട്രീസിനും ഫാമേഴ്സിനുമാണ്. അതാണ് സാധാരണക്കാർക്ക് ഇതൊരു റിസ്ക് തന്നെയാണ്. US നിന്നുള്ള ഹൈലി സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഇവിടെ വരുമ്പോൾ സാധാരണ കർഷകർക്ക് അതുമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ പ്രൈസ് കൂടുതലായിരിക്കും നമ്മുടെ കർഷകരുടെ. രണ്ടാമതുള്ളത് റീറ്റെയിൽ ഇൻഡസ്ട്രീസ്. വാൽമാർട്ട് പോലുള്ള ഭീമന്മാർ ഇവിടെ വന്ന് ചെയ്യുമ്പോൾ ചെറിയ പലചരക്ക് കടകളും ചെറിയ സൂപ്പർ മാർക്കറ്റുകളും അന്യം നിന്ന് പോകേണ്ടി വരും. ഇപ്പം തന്നെ നമുക്കറിയാം എത്ര പേർ വീട്ടിനടുത്തുള്ള ചെറിയ കടയിൽ പോകുന്നുണ്ട്. എല്ലാവരും ഹൈപ്പർ മാർക്കറ്റുകളെയാണ് അതിനുവേണ്ടി ആശ്രയിക്കുന്നത്. ആ ഒരു കണ്ടീഷൻ കുറച്ചുകൂടെ ലാർജ് സ്കെയിലാവുമ്പോൾ മൊത്തത്തിൽ ചേഞ്ച് ആവും. പിന്നെ ഒന്ന് ക്രൂഡ് ഓയിൽ. അമേരിക്കൻ ക്രൂഡ് ഓയിൽ എന്തായാലും വില കുറഞ്ഞൊരു ഐറ്റം അല്ല. നമ്മൾ വാങ്ങുന്ന UAE റഷ്യൻ ക്രൂഡ് പോലെ അത്രയും വില കുറവല്ല അമേരിക്കൻ ക്രൂഡ്. അപ്പോൾ US ആ ക്രൂഡ് എത്ര പെർസെൻറ്റേജ് നമ്മളേന്ന് വാങ്ങണം, US വാങ്ങണം എന്നത് ഡിസൈഡ് ചെയ്യാൻ പറ്റും ബാക്കി കാര്യങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ പ്രശ്നം. ഇപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇത് എതിർക്കുമ്പോൾ ഇതിനുള്ള മറുപടികൾ വ്യക്തമായി കേന്ദ്രം കൊടുക്കണ്ടേ? എന്തിനാണ് ഇങ്ങനൊരു ഡീൽ അവർ കൊണ്ടുവന്നത്? രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം പ്രസക്തമാണെന്ന്. ഇന്ത്യനെ USA വിൽക്കാൻ ആരാണ് ഇവരെ അനുവദിച്ചത്? താങ്ക് യു. നമസ്കാരം. ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡീൽ സൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ ഇന്ത്യക്ക് കിട്ടുന്ന ലാഭങ്ങൾ മെയിൻലി IT സെക്ടറിലാണ്. അതിനെ തന്നെ എതിരായിട്ട് നിൽക്കുന്ന മറ്റൊരു പോയിൻ്റാണ് B1 വിസ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത്. രണ്ട് ഫാർമ ഇൻഡസ്ട്രീസ്. ജനറിക് മെഡിസിൻസിൻ്റെ കേസിൽ ഇന്ത്യയാണ് വേൾഡ്സ് നമ്പർ 1 പ്രൊഡ്യൂസർ. പക്ഷേ അതിനകത്തുള്ളൊരു പ്രശ്നം, ഇന്ത്യയുടെ ജനറിക് മെഡിസിൻസ് ഭയങ്കര ചീപ്പായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് US പേറ്റന്റ് റൂൾസ് കൂടെ വരുമ്പോൾ പ്രൈസ് ഹൈ ആവും. അതൊരു റിസ്ക് ആണ്. മൂന്നാമത്തത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്. മേജർ റിസ്ക് വരുന്നത് റീറ്റെയിൽ ഇൻഡസ്ട്രീസിനും ഫാമേഴ്സിനുമാണ്. അതാണ് സാധാരണക്കാർക്ക് ഇതൊരു റിസ്ക് തന്നെയാണ്. റീറ്റെയിൽ ഇൻഡസ്ട്രീസ്. വാൽമാർട്ട് പോലുള്ള ഭീമന്മാർ ഇവിടെ വന്ന് ചെയ്യുമ്പോൾ ചെറിയ പലചരക്ക് കടകളും ചെറിയ സൂപ്പർ മാർക്കറ്റുകളും അന്യം നിന്ന് പോകേണ്ടി വരും. പിന്നെ ഒന്ന് ക്രൂഡ് ഓയിൽ. അമേരിക്കൻ ക്രൂഡ് ഓയിൽ എന്തായാലും വില കുറഞ്ഞൊരു ഐറ്റം അല്ല. അപ്പോൾ US ആ ക്രൂഡ് എത്ര പെർസെൻറ്റേജ് നമ്മളേന്ന് വാങ്ങണം, US വാങ്ങണം എന്നത് ഡിസൈഡ് ചെയ്യാൻ പറ്റും. എന്തിനാണ് ഇങ്ങനൊരു ഡീൽ അവർ കൊണ്ടുവന്നത്? രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം പ്രസക്തമാണെന്ന്. ഇന്ത്യനെ USA വിൽക്കാൻ ആരാണ് ഇവരെ അനുവദിച്ചത്? താങ്ക് യു.